രണ്ടാം പിണറായി സർക്കാർ ഒന്നിനും കൊള്ളില്ല. ഒന്നാം പിണറായി സർക്കാരിനെ കൂടി പറയിച്ചു. നാട്ടിലെ ഇടതുപക്ഷക്കാർ പോലും നിലവിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു പോരുന്നുണ്ട്. ഈ പറയുന്നത് പോലെ രണ്ടാം പിണറായി സർക്കാർ അമ്പേ പരാജയമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ എങ്ങനെയായിരുന്നു? സഖാക്കൾ പറയുന്നത് പോലെ കേമമായിരുന്നു. നാം കണക്കുകളും രാഷ്ട്രീയവും പരിശോധിക്കുമ്പോൾ കേമമായിരുന്നില്ല എന്ന് മാത്രമല്ല, അമ്പേ പരാജയം കൂടിയായിരുന്നു ഒന്നാം പിണറായി സർക്കാർ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഉത്തരം. ജനാധിപത്യത്തിലെ ഏറ്റവും പഴുത് മറവിയാണ്. ഇവിടെയും അതേ പഴുത് മുതലെടുത്തുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിന് ഹീറോ പരിവേഷം നൽകപ്പെടുന്നത്. ഒരു ചെറിയ വിഭാഗമെങ്കിലും ജനങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ട് താനും. ഒന്നാം പിണറായി സർക്കാരിനെ പറ്റി വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ പരാമർശിക്കാതെ പോകാൻ കഴിയാത്ത പേര് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടേതാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ നെറുകേടുകളെയും കൊള്ളരുതായ്മകളെയും കയ്യോടെ പൊക്കുകയും പലപ്പോഴും അത് തിരുത്തിക്കാനും രമേശ് ചെന്നിത്തലയ്ക്കായി. എന്നാൽ പ്രളയവും കോവിഡ് മഹാമാരിയും പോലുള്ള ദുരന്തങ്ങൾ വന്നത് സർക്കാരിന് അനുകൂലമായി വിധി എഴുതുവാനും കാരണമായി. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു പ്രതിപക്ഷ നേതാവും അതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ചില ഇടപെടലുകൾ രമേശ് ചെന്നിത്തലയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. സ്പ്രിംഗ്ലർ വിഷയം അതിനൊരു ഉദാഹരണമാണ്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും ഉൾപ്പെടെ ചുരുക്കം ചിലർ മാത്രം അറിഞ്ഞ ഒരു വിഷയം. നിയമമന്ത്രിക്കോ ആരോഗ്യ വകുപ്പിനോ സഖ്യകക്ഷിയായ CPIക്കോ എന്തിന് CPMനോ കൂടി ഏതൊരു വിവരവും ഇല്ലാതിരുന്ന ഈ സ്പ്രിംഗ്ലറിനെ പറ്റിയുള്ള വിവരങ്ങളാണ് രമേശ് ചെന്നിത്തല കേരളത്തിന് മുൻപിൽ അന്ന് അവതരിപ്പിച്ചത്. ആദ്യം വിഷയത്തെ ന്യായീകരിച്ചുവെങ്കിലും ഒടുവിൽ സർക്കാർ പിന്നോട്ട് പോകാൻ നിർബന്ധിതരായി. അമേരിക്കൻ കുത്തകകൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനം തീരെഴുതി നൽകുവാനുള്ള സർക്കാർ ശ്രമത്തെ കൈയോടെ പിടികൂടുകയും ആ ശ്രമങ്ങളെ മുളയിലെ നുള്ളുകയും ചെയ്ത രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുകൾ രാഷ്ട്രീയ കേരളം ഒരിക്കലും മറക്കാൻ ഇടയില്ലല്ലോ. പിന്നീട് കുണ്ടറയിൽ അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയത്തിലും ഈ വിവാദങ്ങൾ വഴിവെച്ചു എന്നത് മറ്റൊരു സത്യമാണ്. ഇത്തരത്തിൽ സർക്കാർ നടത്താൻ ഉദ്ദേശിച്ച അഴിമതികളെ ആദ്യമേ കണ്ടെത്തുകയും സർക്കാരിനെ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ നിർബന്ധിതമാക്കുകയുമായിരുന്നു രമേശ് ചെന്നിത്തല. ആ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയുന്നതാണ് ബ്ലൂബെറി ഡിസ്റ്റിലറി വിവാദവും. ബ്ലൂബെറി അനുവദിക്കുന്നതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ട് എന്ന രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ സർക്കാരിനെ ആ വിഷയത്തിലും പ്രതിരോധത്തിലാക്കി. കട്ടവനെ പിടിക്കുകയല്ല, കളവ് ആസൂത്രണം ചെയ്ത കള്ളന്മാരെ പിടികൂടി കളവ് നടത്തുവാനുള്ള ശ്രമങ്ങൾ പോലും ഇല്ലാതെയാക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല ചെയ്തത്. ഇത്തരത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ഇടപെടലുകളാൽ യു-ടേൺ എടുക്കേണ്ടി വന്ന വിഷയങ്ങളുടെ ലിസ്റ്റ് വളരെ വലുതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കഴുത്തറക്കുന്ന 118A നിയമം, ഈ മൊബിലിറ്റിയിൽ അഴിമതി, പമ്പ മണൽക്കൊള്ള ഉൾപ്പെടെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിലെ മാർക്ക് ദാനം, ആഭ്യന്തര വകുപ്പിലെ വീഴ്ചകൾ, ബന്ധു നിയമങ്ങൾ തുടങ്ങി വിവാദങ്ങളും തിരിച്ചടികളും പിന്മാറലുകളും ചേർന്നതായിരുന്നു ഒന്നാം പിണറായി സർക്കാർ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് നാം വിശ്വസിച്ച കോവിഡ് മഹാമാരിയിൽ പോലും യാഥാർത്ഥ്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ഒന്നാം പ്രളയ സമയത്ത് മുഖ്യമന്ത്രിക്കൊപ്പം തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ച പ്രതിപക്ഷ നേതാവും കോവിഡ് മഹാമാരിയിൽ ഹെൽപ്പ് ലൈൻ ആരംഭിച്ച പ്രതിപക്ഷ നേതാവും ഒരുപക്ഷെ രാജ്യത്ത് തന്നെ രമേശ് ചെന്നിത്തലയാകും. എന്നിട്ട് 2021 തിരഞ്ഞെടുപ്പ് സമയത്ത് മരണത്തിന്റെ വ്യാപാരികൾ എന്ന് പ്രതിപക്ഷത്തെ ആക്ഷേപിച്ച് തിരഞ്ഞെടുപ്പ് ജയിക്കുവാനുള്ള നെറികെട്ട തന്ത്രങ്ങളാണ് ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടായത്. ചുരുക്കം പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ രണ്ടാം പിണറായി സർക്കാരിൽ തുടരുക മാത്രമാണ് ചെയ്തത്. അത് തിരിച്ചറിയുവാൻ രാഷ്ട്രീയ കേരളം അല്പം വൈകി എന്ന് മാത്രം. ഒന്നാം പിണറായി സർക്കാരിൽ അഴിമതി കുറവായിരുന്നു എന്നല്ല, അഴിമതി ശ്രമങ്ങളെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം മുളയിലെ നുള്ളുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. PR ഏജൻസികളെ കൊണ്ട് എത്ര നറേറ്റീവുകൾ ഉണ്ടാക്കിയാലും ഒടുവിൽ സത്യം പുറത്തു വരും എന്നതിന്റെ തെളിവാണ് നിലവിൽ കേരളത്തിൽ പ്രതിഫലിക്കുന്ന ഈ ഭരണവിരുദ്ധ വികാരം.